വെൽക്കം ടു ബിസ്പോൾ ലേണിംഗ്. സോ ഇന്ന് നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എക്കണോമിക്സിൽ നമുക്കിത് റിലേറ്റ് ചെയ്തിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും ഈ എലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. അതല്ലാണ്ട് ഇപ്പോൾ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് മേ ബി ഗ്രാഫ് മാത്രം അല്ലെങ്കിൽ ഒരു ഡിഗ്രീസ് ഓഫ് എലാസ്റ്റിസിറ്റി മാത്രമായിരിക്കാം ചോദിക്കുന്നത്. ബട്ട് എന്നാൽ കൂടി എന്താ പറയുക, ന്യൂമറിക്കൽ എക്സാമ്പിൾസ് റിലേറ്റഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രൈസ് ഇലാസ്റ്റിസിറ്റി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം, അതായത് നമുക്ക് ഡിമാൻഡ് എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിമാൻഡ് എന്താണ്, അതേപോലെ തന്നെ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആയിരുന്നു. അതായത് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യണതും അതേപോലെ തന്നെ ഡിമാൻഡ് കർവിൽ മൂവ്മെൻറ്റും ആണ്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഡിമാൻഡ് കർവ് മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവിൽ എന്താ പറയുക, കോൺട്രാക്ഷൻ ആണോ എക്സ്പാൻഷൻ ആണോ എന്നുള്ളതെല്ലാമാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് ഈ ഒരു മൂവ്മെൻറ്റ് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് price elasticity is defined as the degree of responsiveness of demand for a commodity to a change in its price. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആ പ്രൈസ് ചേഞ്ചിനോട് ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, മേ ബി പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ വലിയ ചേഞ്ച് ആവാം പ്രൈസിൽ ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കാം പ്രൈസിൽ ഉണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഒരു ഹൈ റെസ്പോൺസീവ്നെസ് ആണോ അതല്ലെങ്കിൽ ഒരു ലോ റെസ്പോൺസീവ്നെസ് ആണ്. അപ്പോൾ ആ ഒരു ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് നമ്മൾ ഇതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ it is a ratio of percentage change in quantity demanded to a percentage change in price. Okay, അതായത് ഡിമാൻഡിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചും അതേപോലെ തന്നെ പ്രൈസിൽ ചേഞ്ചുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഷ്യോ ആണ് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, ഇ ഡി ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി ഗുഡ്. ഇവിടെ ഈ ഡി എന്ന് പറയാൻ കാരണം എന്താണ്, ഡിമാൻഡ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഈ ഡി പറയുന്നത്. അതേപോലെ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻകം ഉണ്ട്, അപ്പോൾ ഇ ഐ വരും. അതേപോലെ തന്നെ ക്രൂസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അപ്പോൾ ഇ സി വരും. അപ്പോൾ ഇവിടെ ഡിമാൻഡ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഇലാസ്റ്റിസിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഇ ഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സപ്ലൈയിലും ഇലാസ്റ്റിസിറ്റി കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിമാൻഡിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുലയുടെ കുറച്ചും കൂടി എക്സ്പാൻഡഡ് വേർഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. നമ്മുടെ ഇതിൻ്റെ ന്യൂമറേറ്റർ പാർട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അത് കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻറ്റു 100. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച്. അതായത് നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഇവിടെ നമുക്ക് കിട്ടും, അതായത് ഇനീഷ്യൽ ക്വാണ്ടിറ്റിയും പിന്നെ ചേഞ്ച്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയും. ഇപ്പോൾ ഇനീഷ്യൽ ക്വാണ്ടിറ്റി 10 ആണ്, ചേഞ്ച് ആയ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ന്യൂ ക്വാണ്ടിറ്റി വരുന്നത് 20 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ചേഞ്ച്, എന്താണ് ഡെൽറ്റ ക്യൂ എന്താണ് 10 ആണ്, അല്ലെങ്കിൽ 10ഉം 15ഉം എടുക്കുക. ഇനീഷ്യൽ ക്വാണ്ടിറ്റി 10ഉം ചേഞ്ച്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി 15ഉം എടുക്കുക. അപ്പോൾ 10ൽ നിന്ന് ക്വാണ്ടിറ്റീസ് ഇൻക്രീസ് ടു 15. അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്താണ് 5 ആണ്. 10ൽ നിന്ന് 15ലോട്ടാണ് ക്വാണ്ടിറ്റി ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ 5 എന്ന് പറയുന്നത് ഡെൽറ്റ 5 എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100 ആണ് നമ്മുടെ ഫോർമുല, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതേപോലെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഉണ്ട്, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പം ഇവിടെ രണ്ട് പ്രൈസ് ആണുള്ളത്, ഇനീഷ്യലി ഒരു പ്രൈസ് ഉണ്ടാവും ആൻഡ് ചേഞ്ച്ഡ് പ്രൈസ്. ഇവിടെ നമുക്ക് എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുക ചെയ്തേക്കണം. ക്വാണ്ടിറ്റി ഡിമാൻഡ് 10ൽ നിന്ന് 15ലോട്ടായി എന്നുള്ള എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ 10ൽ നിന്ന് 15 ആവുക എന്ന് പറയുമ്പോഴേക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് പ്രൈസിൽ ചേഞ്ച് എങ്ങനെയായിരിക്കും, വെൻ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും
ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലേ? അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് പ്രൈസ് ഹാസ് ബിൻ റെഡ്യൂസ്ഡ്. അപ്പോൾ പ്രൈസ് റെഡ്യൂസ് ചെയ്തേക്കുന്നത് മേ ബി ഒരു 8ൽ നിന്ന് 2 ആയിട്ട് 8ൽ നിന്ന് 6 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ₹8ൽ നിന്ന് 6 ആയിട്ട്. അപ്പോൾ ആ ഒരു 8ൽ നിന്ന് 6 ആയിട്ട് റെഡ്യൂസ് ചെയ്തപ്പോഴാണ് 10ൽ നിന്ന് 15 ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. 8ൽ നിന്നാണ് പ്രൈസ് ഫോൾ ചെയ്തേക്കുന്നത്, 8ൽ നിന്ന് 6ലോട്ട്. അപ്പോൾ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. ആൻഡ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 6ലോട്ടാണ്. ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ പി വരുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ 2/6 × 100 വരും. മറ്റേതിനകത്ത് എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇനീഷ്യലി 10 ആയിരുന്നത് 15 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 5/10 × 100 ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഡിവൈഡ് ആണ്. ഇത് ന്യൂമറേറ്ററും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ന്യൂമറേറ്ററും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഡിനോമിനേറ്ററും ആണ്. നോക്കുക, ഇ ഡി ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുലയാണ് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ, ഡിനോമിനേറ്റർ ഡെൽറ്റ പി ബൈ പി. ആൻഡ് ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ന് വരുമ്പോഴേക്കും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഫൈനലായിട്ട് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ എഴുതിയേക്കുന്നത്. ഇ ഡി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, ഡെൽറ്റ ക്യൂ ബൈ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഇനീഷ്യൽ പ്രൈസും ഇനീഷ്യൽ ക്വാണ്ടിറ്റിയും എടുക്കുമ്പോഴേക്കുള്ള മിസ്റ്റേക്കാണ് കോമൺ ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് 2 ക്വാണ്ടിറ്റിയും 2 പ്രൈസും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ മിസ്റ്റേക്ക് വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഇനീഷ്യൽ പ്രൈസ് എടുക്കാണ്ട് നമ്മൾ ചേഞ്ച്ഡ് ആയിട്ടുള്ള പ്രൈസും ക്വാണ്ടിറ്റിയും എടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ ഓർക്കുക, ഇനീഷ്യൽ ക്വാണ്ടിറ്റിയും ഇനീഷ്യൽ പ്രൈസ്, അതായത് ചേഞ്ച് വരുന്നതിന് മുമ്പുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ്, ചേഞ്ച് വരുന്നതിന് മുമ്പുള്ള പ്രൈസുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ഡെൽറ്റ പി ആൻഡ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ആണ്, എത്രത്തോളം മാറി എന്നുള്ളത്. ആ ഒരു സ്മോൾ ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ എന്നാണ്, അതായത് ചേഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമുക്ക് ഉള്ളത്. 5 ഡിഗ്രീസ് ആണുള്ളത്. ദേ ആർ നെയിംലി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമുക്ക് ഉള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എലാസ്റ്റിസിറ്റി എന്താണ്? ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് ആണ് എലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസിലെ ചേഞ്ചിന്റെ കറസ്പോണ്ടന്റ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിനകത്ത് പ്രൈസ് ചേഞ്ച് വളരെ സ്മോൾ ആയിരിക്കും. എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ക്യാൻ കോസ് ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഗ്രാഫ് നോക്കിയാൽ കാണാൻ പറ്റും, പ്രൈസ് എന്ന് പറയുന്നത് പി ഈ ഒരു പോയിന്റിൽ തന്നെയാണ്. ഈ ഒരു പോയിന്റിൽ ചെറിയൊരു ചേഞ്ച് വന്നാലും ഈ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്? ഇൻഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണ്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻഫിനിറ്റ് ആണ്, എത്ര വേണമെങ്കിലും എന്താ പറയുക ഡിമാൻഡ് ചെയ്യാം. അതായത് 0യുടെ അടുത്തുള്ള 1 ആവാം, 2 ആവാം, 5 ആവാം, 10 ആവാം, 50 ആവാം, 100 ആവാം, അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യാം. ചെറിയൊരു പ്രൈസ് ചേഞ്ച് മാത്രം വന്നാൽ മതി. അപ്പോൾ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു എക്സ് ആക്സിസ്. ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. വാല്യൂ വന്നിട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റിയിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ക്യാൻ കോസ് ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റ്. അതായത് സിറ്റുവേഷൻ വേർ
quantity demanded is independent of change in price of the commodity. ഇവിടെ എന്താണ് പ്രൈസ് എന്തുമാവട്ടെ, മേ ബി 0 ആവാം, 5 ആവാം, 10 ആവാം, 20 ആവാം, ഇൻഫിനിറ്റ് ആവാം. പക്ഷെ അതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ നെവർ മൂവ്. അതായത് ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് ചേഞ്ച് ഉണ്ടാവത്തില്ല. ഓക്കെ, ക്വാണ്ടിറ്റി ഡിമാൻഡ് സീറോ. അതായത് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്തിട്ടാണ് ഡിമാൻഡ് കർവ് നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് വെർട്ടിക്കൽ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു കർവാണ് ഡിമാൻഡ് കർവ് വരുന്നത്. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ്. ഇതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. വാല്യൂ വന്നിട്ട് ഇഡി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താണ്, പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാലും ഡിമാൻഡ് കർവ് ഇൻഫിനിറ്റ് ആണ്. സെക്കൻഡ് കേസിൽ എന്താണ്, പ്രൈസിൽ എത്രത്തോളം ചേഞ്ച് വന്നാലും ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി ഇൻഡിപെൻഡന്റ് ആണ്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പ്രൈസ് ചേഞ്ചിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കും. ഡിമാൻഡ് കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആയിട്ടാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ വരുന്നത്. ഇതാണ് രണ്ട് എക്സ്ട്രീം കേസസ് വരുന്നത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കില് പാരലൽ ആണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കില് സ്ട്രെയിറ്റ് ലൈൻ വെർട്ടിക്കൽ ലൈൻ ആണ്. പാരലൽ ടു വൈ ആക്സിസ് ആണ് ഇൻഇലാസ്റ്റിക്, പാരലൽ ടു എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഇലാസ്റ്റിക്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് സെഷൻസും കൂടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഇതിൻ്റെ മെഷർമെൻറ്റിൻ്റെ സെഷനൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ്ലി നിങ്ങൾക്ക് കേൾക്കുമ്പോഴേക്കും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, പക്ഷെ ഫർദർ സെഷൻസിലൊക്കെ കവർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നൗ തേർഡ് വൺ ഈസ് യൂണിറ്റ് ഇലാസ്റ്റിക്. യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ചേഞ്ച് തന്നെയാണ്. ഇപ്പോൾ പ്രൈസിൽ എത്ര ചേഞ്ച് ആണോ അതേ പ്രൊപ്പോർഷണൽ ചേഞ്ച് തന്നെയാണ് ക്വാണ്ടിറ്റിയിലും വരുന്നത്. അതിനാണ് യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഇഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് പ്രൈസിൽ എത്രത്തോളം കുറവ് വന്നോ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കൂടും, പ്രൈസിൽ എത്രത്തോളം കൂടിയോ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കുറയും. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് അല്ലെങ്കിൽ സെയിം പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഈക്വൽ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് പ്രൈസിലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയുക, ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ്, ഡെൽറ്റ എക്സ് ടു ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, അത് സെയിം ആയിരിക്കും. അതായത് പ്രൈസിലൊരു 5% ഇൻക്രീസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് 5% കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 5/5 എന്ന് പറയുമ്പോഴേക്കും 1 ആണ്. അപ്പോൾ സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇഡി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 3 ഇതാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ എന്താണ്, ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണ് പാരലൽ ടു എക്സ് ആക്സിസ്. സെക്കൻഡ് വൺ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്, അത് വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ്. തേർഡ് വണ്ണിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ഓക്കെ, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് തേർഡ് വണ്ണിൽ. ഓക്കെ, അതാണ് 3 മെയിൻ ആയിട്ടുള്ള ഡിഗ്രീസ്. ഈ 2 more ഡിഗ്രീസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് ആയിട്ട് സിമിലർ ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് 2 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വരുന്നത്. ഓക്കെ, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ രണ്ട് ആക്സിസിലും ടച്ച് ചെയ്യില്ല, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ടച്ച് ചെയ്യാണ്ട് ഈ ഒരു കർവ് ആ ഒരു ഇതിൽ മൂവ് ചെയ്തുകൊണ്ട് പോകും. അതാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് നമുക്കിപ്പോൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതായത് നമ്മളിപ്പോൾ നോക്കുക, പ്രൈസ് നോക്കുക. പ്രൈസ് ഇവിടെ പി ക്യൂ, ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പി ആൻഡ് ക്യൂ ആണ്. ഓക്കെ, ആൻഡ് പ്രൈസ് ഫോൾ ചെയ്തു എന്ന് വിചാരിക്കാം. പിയിൽ നിന്ന് P1 ആയിട്ട് പ്രൈസ് ഫോൾ ചെയ്തു. ഓക്കെ, ഫോൾ ചെയ്തപ്പോഴേക്കും അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് എന്താ സംഭവിച്ചത്, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. ക്യൂയിൽ നിന്ന് Q1 ആയിട്ട് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ പ്രൈസ് ചേഞ്ചിനേക്കാളും കൂടുതൽ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്തേക്കുന്നത്, അല്ലേ? പ്രൈസ് ചേഞ്ചിന്റെ ആ ഒരു ഗ്യാപ്പ് നോക്കി, പിയിൽ നിന്ന് P1 എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഗ്യാപ്പ് ഉണ്ട്.
അതായത് ഫോർ എക്സാമ്പിൾ ഒരു 3% ആയിരിക്കും ഡിക്രീസ് ചെയ്തേക്കുന്നത്. ബട്ട് അതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ട് ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് എങ്ങനെയാണ്? മേ ബി ഒരു 5% അല്ലെങ്കിൽ 6% ആയിട്ട് ക്വാണ്ടിറ്റി അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതായത് ക്വാണ്ടിറ്റി എത്രയാണ്? ക്യൂവിൽ നിന്ന് Q1 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജർ ഗ്യാപ്പ് ആണ് കമ്പയർഡ് ടു പ്രൈസ് ഫോൾ അല്ലേ? അപ്പൊ ഈ ഒരു ഇതിനെയാണ് നമ്മൾ മോർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഇഫ് എ ചേഞ്ച് ഇൻ പ്രൈസ് കോസസ് more than proportionate change in quantity demanded, it is called more elastic demand. അപ്പോൾ ഈ കർവ് നോക്കുവാണെങ്കിൽ എന്താണ്? കുറച്ചും കൂടി ഫ്ലാറ്റർ ആയിട്ടുള്ള കർവ് ആണ്. ഫ്ലാറ്റർ ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡി എന്ന് പറഞ്ഞ ഡിമാൻഡ് കർവ് ഫ്ലാറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരത്തില്ല, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ് നമുക്ക് വാല്യൂ വരുന്നത്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണ്, ഈക്വൽ ടു അല്ല, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ ഇതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് പ്രൈസ് ചേഞ്ചിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരുന്നത്. പ്രൈസ് ചേഞ്ചിൽ വരുന്നതിനേക്കാളും മോർ ദാൻ ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരുവാണ്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇ ഡി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഇ ഡിയുടെ എപ്പോഴും എന്താണ് വാല്യൂ? ഇറ്റ് ഈസ് ഓൾവേസ് എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് വരും. 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടായിരിക്കും. നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ന്യൂമറിക്കൽ എക്സാമ്പിൾ ചെയ്യുമ്പോഴേക്കും ഇപ്പം നമുക്ക് വാല്യൂ എന്താ പറയുക 1.5 അല്ലെങ്കിൽ 1.2 എന്നൊക്കെ പറഞ്ഞ് കിട്ടുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് എ റിലേറ്റീവ്ലി മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ദ നേച്ചർ ഓഫ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ we can conclude it as it is greater than അല്ലെങ്കിൽ it is greater than 1, so it has relatively more elastic demand എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഫോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി മോർ ഇലാസ്റ്റിക്കിന് ഫ്ലാറ്റർ ഡിമാൻഡ് കർവ് ആയിരിക്കും. ഫ്ലാറ്റർ ആയിട്ട് ഇപ്പോൾ കർവ് നോക്കിയാൽ തന്നെ അറിയാം, ഫ്ലാറ്റർ ആയിട്ടിരിക്കുന്ന ഡിമാൻഡ് കർവ് ആണ്. ഫ്ലാറ്റർ ആവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് മോർ ദാൻ പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. പ്രൈസ് ചേഞ്ചിനേക്കാൾ മോർ ദാൻ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദ ഡിമാൻഡ് കർവ് ഈസ് ഫ്ലാറ്റർ. നൗ ദ ലാസ്റ്റ് വൺ ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാം പ്രൈസിൽ ചേഞ്ച് ആണ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളത്. അതായത് എ ചേഞ്ച് ഇൻ പ്രൈസ് കോസ് less than proportionate change in quantity demand is called less elastic demand. അതായത് പ്രൈസ് ഇവിടെ ഫോളോ ചെയ്തേക്കുന്നുണ്ട്, പിയിൽ നിന്ന് P1 ഫോളോ ചെയ്തു, പക്ഷെ ക്വാണ്ടിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്തേക്കുന്നത് എന്താണ്? ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. പ്രൈസിലെ ചേഞ്ചിനേക്കാളും ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്. അതായത് പ്രൈസ് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു 10ൽ നിന്ന് 5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയേക്കുന്നത് എന്താണ്? ഒരു 2ൽ നിന്ന് 3 ഒരു 1 യൂണിറ്റ് മാത്രമായിരിക്കും ക്വാണ്ടിറ്റി കൂടിയിരിക്കുന്നത്. പക്ഷെ പ്രൈസ് ഡ്രോപ്പ് സംഭവിച്ചേക്കുന്നത് എവിടുന്ന്? എങ്ങനെയാ? 10ൽ നിന്ന് 6 ആയിട്ട് പ്രൈസ് ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ടാവും. 10ൽ നിന്ന് 6 എന്ന് പറയുമ്പോഴേക്കും ഒരു 4 യൂണിറ്റ്സ് വരെ പ്രൈസ് ഡ്രോപ്പ്, 4 rupees വരെ പ്രൈസ് ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ട്. ബട്ട് അതിന് കറസ്പോണ്ടന്റ് ആയിട്ട് ജസ്റ്റ് 1 യൂണിറ്റ് മാത്രമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നേച്ചറിനെയാണ് റിലേറ്റീവ്ലി ലെസ് ഇലാസ്റ്റിക്. അതായത് അധികം റെസ്പോണ്ട് ചെയ്യുന്നില്ല, പ്രൈസ് ചേഞ്ചിനോട് അധികം റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. നല്ലോണം റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ഇലാസ്റ്റിക് എന്ന് പറയും. ഓക്കെ, അതായത് പ്രീവിയസ് കേസിൽ എന്താണ്? ചെറിയൊരു പ്രൈസ് ചേഞ്ച് ആണ്, പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇലാസ്റ്റിക്. നമ്മുടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും അതേപോലെ തന്നെയല്ലേ, ചെറിയൊരു സ്മോൾ പ്രൈസ് ചേഞ്ച് ആണ്, പക്ഷെ അതിനോട് ഇൻഫിനിറ്റ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ടാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ കേസിൽ എന്താണ്? ചെറിയൊരു പ്രൈസ് ചേഞ്ച് ആണ്, പ്രൈസ് ചേഞ്ച് ഉണ്ട്, പക്ഷെ ആ പ്രൈസ് ചേഞ്ചിനേക്കാൾ മോർ ദാൻ പ്രൊപ്പോർഷൻ ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുവാണ്. അതുകൊണ്ടാണ് മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻഇലാസ്റ്റിക്കിനകത്ത് എന്താണ്? പ്രൈസ് ചേഞ്ചിനോട് അധികം റെസ്പോണ്ട് ചെയ്യുന്നില്ല, ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത്. പ്രൈസ് ചേഞ്ച് കൂടുതലും
ക്വാണ്ടിറ്റി ഡിമാൻഡിലെ ചേഞ്ച് ലെസ് ദാൻ പ്രൈസ് ചേഞ്ചിൻ്റെ അത്രയും ഇല്ല, അതിനേക്കാൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിലും എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നില്ല, പ്രൈസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒട്ടും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, പ്രൈസിനോട് ഒട്ടും തന്നെ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇവിടെ പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ലെസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ വാല്യൂ വന്നിട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് ബിറ്റ്വീൻ 0 to 1 ആയിരിക്കും എന്ത്, ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ വരുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ആൻഡ് കേർവ് നോക്കുവാണെങ്കിൽ, ഈ ഒരു ഡിമാൻഡ് കേർവ് നോക്കുവാണെങ്കിൽ എന്ത് നേച്ചർ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ സ്റ്റീപ്പർ കേർവ്. സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കേർവ് ആണ് നമുക്ക് ഡിമാൻഡ് കേർവ് കാണാൻ സാധിക്കുന്നത്, അല്ലേ? ഒരു സ്റ്റീപ്പർ കേർവ് ആണ്. നേരെ മറിച്ച് ഇതിനകത്ത് എന്തായിരുന്നു, ഫ്ലാറ്റർ കേർവ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ബേസ്ഡ് ഓൺ ഡിഗ്രീസ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 ടൈപ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 ടൈപ്സ് ആണ്: പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്. ഓക്കെ, അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോഴേക്കും ഓർത്തിരിക്കുക, കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണ്, പാരലൽ ടു എക്സ് ആക്സിസ്. ഇൻഇലാസ്റ്റിക്കിനകത്ത് ഇറ്റ് ഈസ് വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ്. യൂണിറ്റ് ഇലാസ്റ്റിക്കിൽ എന്താണ്, ഹൈപ്പർബോളയാണ്. ആൻഡ് ഇൻ മോർ ഇലാസ്റ്റിക്കിനകത്ത് ഒരു ഫ്ലാറ്റർ ഷേപ്പ് ആണ്. ഡിമാൻഡ് കർവ് ഇസ് ഫ്ലാറ്റർ ഷേപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇൻഇലാസ്റ്റിക്കിൽ എന്താണ്, സ്റ്റീപ്പർ കർവ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. യൂണിറ്റ് ഇലാസ്റ്റിക്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിനകത്ത് എന്താണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ ഇൻഫിനിറ്റി ആണ്. മോർ ഇലാസ്റ്റിക്കിൽ എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 പോയി അത് ഇൻഫിനിറ്റിലോട്ട് എത്തുവാണ്. ഇൻഫിനിറ്റിലോട്ട് എത്തുമ്പോഴേക്കും എന്താണ്, ഇൻഫിനിറ്റിലോട്ട് എത്തുമ്പോഴേക്കും അത് ഗ്രേറ്റർ ദാൻ 1 ആ ഒരു ഇതിലോട്ട് എത്തുവാണ്. അത് രണ്ടും കൂടി കണക്ട് ചെയ്യാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും മോർ ഇലാസ്റ്റിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. മോർ ഇലാസ്റ്റിക്കിൽ എന്താണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 പോയി ഇൻഫിനിറ്റിലോട്ട് എത്തുവാണ് ചെയ്യുന്നത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിലോട്ട് എത്തുവാണ്. ഇവിടെ എന്താ കേസ്, ഇൻഇലാസ്റ്റിക് ആണ്, മോർ ഇൻഇലാസ്റ്റിക് ആണ്. ലെസ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. അതായത് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ലെസ് ദാൻ 1 എന്നുള്ള വാല്യൂ പോയി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എത്തുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്, 0 ആണ്. അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ ഇ ഡി ഈക്വൽ ടു 0 വരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യണത് ഫ്രം ദിസ് പോയിന്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ലെസ് ദാൻ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് പെർഫെക്റ്റ്ലിയിലോട്ട് എത്തുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു 5 കേസിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത് കേർവിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കുക, കേർവിൻ്റെ വാല്യൂസ് നോക്കുക. ഇത് രണ്ടുമാണ് മസ്റ്റ് ആയിട്ട് നോക്കുക. കേർവിൻ്റെ നേച്ചർ ഇൻ ദ സെൻസ് എങ്ങനെയാണ് കേർവ്, ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണോ, വെർട്ടിക്കൽ ആണോ, ഹൈപ്പർബോള ആണോ, സ്റ്റീപ്പർ ആണോ, ഫ്ലാറ്റർ ആണോ എന്നുള്ളത്. ആൻഡ് ദെയർ കറസ്പോണ്ടിങ് വാല്യൂസ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ 0, യൂണിറ്റ് ആണെങ്കിൽ ഈക്വൽ ടു 1, മോർ ഇലാസ്റ്റിക് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ ലെസ് ദാൻ 1. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു സെഷനിൽ ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, അത് ക്യാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് കാണുക, പ്രാക്ടീസ് ചെയ്യുക, വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും കാര്യം. അതായത് വൺസ് ഇത് നിങ്ങളുടെ മൈൻഡിൽ ഇംപ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനീഷ്യലി കൺഫ്യൂഷൻസ് അറൈസ് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് ആണ്. സോ അതുകൊണ്ട് തറോ ആയിട്ട് നോക്കുക, റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതാകുമ്പോഴേക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആവും. എക്കണോമിക്സിൽ മാക്സിമം വരച്ച് അല്ലെങ്കിൽ ചെയ്ത് പഠിച്ചാലേ കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു.